നവസുവിശേഷ പ്രഘോഷണത്തിനുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ആഹ്വാനമേറ്റെടുത്ത് കത്തോലിക്ക ദമ്പതികളായ സോറനും എവർ ജോൺസണും തുടക്കം കുറിച്ച ട്രിനിറ്റി ഹൗസ് കഫേക്ക് 10 വർഷം. കഴിഞ്ഞ മാസമായിരുന്നു വിർജീനിയയിലെ ലീസ്ബർഗിൽ പ്രവർത്തിക്കുന്ന ട്രിനിറ്റി ഹൗസ് കഫേയുടെ 10ാം വാർഷികം. തങ്ങളുടെ മുഴുവൻ ജീവിതവും പരസ്യവിശ്വാസ പ്രഘോഷണത്തിനായി നീക്കിവെച്ചിരിക്കുകയാണ് അടിയുറച്ച കത്തോലിക്ക വിശ്വാസികളായ ഈ ദമ്പതികൾ. ചൂടൻ ചായയും കാപ്പിയും പലഹാരങ്ങളും ലഭ്യമാക്കിയ ഈ കഫേയിൽ എത്തുന്നവർക്ക് സത്യദൈവത്തെ പരിചയപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതരാണ് ഈ ദമ്പതികൾ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരുന്ന അമേരിക്കൻ കത്തോലിക്ക എഴുത്തുകാരനായ ജോർജ് വീജലിന് വേണ്ടി ജോലി ചെയ്യുവാൻ എവറിന് അവസരം ലഭിച്ചതിൽ നിന്നുമാണ് ട്രിനിറ്റി ഹൗസ് കഫേ കൂട്ടായ്മയ്ക്ക് കളമൊരുങ്ങിയത്. നമുക്കെങ്ങനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെ നവസുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാവാം എന്ന ചോദ്യവുമായി നിരവധി പേരാണ് തങ്ങളുടെ ഓഫീസിൽ എത്തിയിരുന്നതെന്ന കാര്യം എവർ ജോൺസൺ ഓർമ്മിക്കുന്നു. അവരെ ഒരുമിപ്പിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാം എന്ന തങ്ങളുടെ തീരുമാനത്തിൽ നിന്നുമാണ് ജോൺ പോൾ രണ്ടാമൻ ഫെലോഷിപ്പിൻ്റെ സ്ഥാപനത്തിന് ആരംഭമാകുന്നത്. വിശുദ്ധ കുർബാനകൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, ഡിന്നറുകൾ, സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നിരവധി വർഷങ്ങളായി ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇവയെല്ലാം ചെയ്യുമ്പോഴും പുതിയ കാലഘട്ടത്തിൽ നവസുവിശേഷവൽക്കരണത്തിന് മതിയായ കാര്യങ്ങൾ തങ്ങൾ ചെയ്യുന്നില്ല എന്ന തോന്നലിൽ നിന്നും എല്ലാവർക്കും പങ്കെടുക്കുവാൻ കഴിയുന്ന രീതിയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരു പൊതു ഇടം വേണമെന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയായിരുന്നു. നിരവധി വർഷങ്ങളായി നടത്തി വന്നിരുന്ന ധനസമാഹരണത്തിന് ശേഷം അതിനു പറ്റിയ ഒരു സ്ഥലത്തിന് വേണ്ടിയുള്ള അന്വേഷണവും ആരംഭിച്ചു. 2014 ഏപ്രിൽ 27 ട്രിനിറ്റി ഹൗസ് കഫേയിലാണ് അവരുടെ അന്വേഷണം അവസാനിച്ചത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു അത്. ഇതേ ദിവസം വാഷിംഗ്ടണിൽ നടന്ന അനുസ്മരണ ബലിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങവെയാണ് 1700കളിൽ സ്ഥാപിതമായ ഈ കെട്ടിടം ദമ്പതികൾ കണ്ടെത്തിയത്. തങ്ങളുടെ വിശ്വാസവും മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും വിശ്വാസ സാക്ഷ്യവുമാണ് തങ്ങളുടെ പ്രചോദനമെന്നും വിവാഹം ഒരു സ്വകാര്യമായ കാര്യമല്ലെന്നും കൂട്ടായ്മ, കുടുംബം എന്നീ നിരവധി വശങ്ങളുള്ള ഒരു കൂദാശയാണതെന്നും അദ്ദേഹം പറയുന്നു. സ്ഥാപിതമായി 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടത്തിവരുന്ന കുടുംബ മാതൃകയിലുള്ള വിശ്വാസ പ്രഘോഷണം ആരംഭിച്ചത്. ചൂടൻ ചായയും കാപ്പിയും പലഹാരങ്ങളും തേടി വരുന്ന ഈ കഫേയിൽ കയറി വരുന്ന ഓരോ വ്യക്തികളുടെയും വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്ന ചിത്രങ്ങളും രൂപങ്ങളും നിരവധിയാണ്. കെട്ടിടത്തിൽ ഫയർ പ്ലേസിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ത്രിത്വത്തിൻ്റെ പ്രതീകം വെറുമൊരു അടയാളം മാത്രമല്ല, സ്വർഗം നിങ്ങളുടെ ഭവനത്തിൽ എന്ന ട്രിനിറ്റി ഹൗസ് കൂട്ടായ്മയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൻ്റെ ഉൾക്കാമ്പ് കൂടിയാണ്. തങ്ങളുടെ ഭവനങ്ങൾ വിശ്വാസ സാംസ്കാരിക നവോത്ഥാനത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റുവാൻ നിരവധി കുടുംബങ്ങളെ തങ്ങളുടെ ഈ ദൗത്യം പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് സോറ ജോൺസൺ ദമ്പതികൾ തുറന്നു പറയുന്നു. 24 വർഷങ്ങൾക്ക് മുൻപ് പോളണ്ടിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം. 5 കുട്ടികളുടെ മാതാപിതാക്കളായ ഈ ദമ്പതികൾ കഴിഞ്ഞ 10 വർഷങ്ങളായി തങ്ങൾ വിജയകരമായി നടത്തിവരുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിശേഷങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പങ്കുവച്ചത്.